I'm so sorry, English people. I have to say this. Something is terribly wrong with London's heat. ഇന്ത്യയിൽ 40 to 45 ഡിഗ്രീസിൽ ചായക്കടയിൽ പോയി ചൂട് ചായ കുടിച്ചിട്ടുള്ള ആളാണ് ഞാൻ. ഇവിടെ 25 ഡിഗ്രിയിൽ എയർ ഫ്രയറിൽ വെച്ച മുളക് ബജിയുടെ അവസ്ഥയാണ് എനിക്കിപ്പോൾ. കഴിഞ്ഞ ദിവസം 25, ഫോളോഡ് ബൈ 27, ഫോളോഡ് ബൈ 28, ഫോളോഡ് ബൈ 30 32. എങ്ങോട്ടാണ് ഈ സൂര്യൻ കയറി കയറി പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. എനിക്കിങ്ങനെ സർവൈവ് ചെയ്യാൻ പറ്റില്ല ഗൈസ്. ഇവിടെയുള്ള ബ്രിട്ടീഷ് പീപ്പിൾസ് ബുദ്ധി കൂടിപ്പോയിട്ടാണോ അതോ മണ്ടന്മാരായിട്ട് അഭിനയിക്കുകയാണോ എന്ന് എനിക്കറിയില്ല. ഇവിടുത്തെ വീടൊക്കെ അവരൊരു ഹീറ്റ് ട്രാപ്പ് ടെക്നോളജി വെച്ച് ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് വിൻ്ററിൽ മാത്രം വാമായാൽ മതിയോ? സമ്മറിൽ കൂളാവണ്ട? ഒരു സീലിംഗ് ഫാൻ ഇല്ല, ഒരു AC ഇല്ല. ഇപ്പം നിങ്ങൾ കളക്റ്റീവ്ലി റോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നില്ലേ? കഴിഞ്ഞ ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ഒരുമാതിരി എയർ ഫ്രയറിൻ്റെ ഉള്ളിൽ കയറിയ അവസ്ഥയായിരുന്നു. ഒന്ന് കുളിച്ച് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പം ഒരമ്മച്ചി സൺഗ്ലാസൊക്കെ വെച്ച് പറയാണ്, വാവ് വാട്ട് എ ബ്യൂട്ടിഫുൾ വെദർ ടുഡേ എന്ന്. നോ, ഇറ്റ്സ് നോട്ട് ബ്യൂട്ടിഫുൾ ഫോർ മീ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പാവ അമ്മച്ചി എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, വൈ ഡാർലിങ് യു ഡോണ്ട് ഹാവ് ടു വെയർ ദ ലേയേഴ്സ് എനിമോർ എന്ന്. ആര് പറഞ്ഞു ലേയേഴ്സ് ഇടണ്ടാന്ന്? ലേയേഴ്സ് ഓഫ് സൺസ്ക്രീൻ ഇട്ടിട്ട് വേണം ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ, അല്ലെങ്കിൽ ഞാൻ ജീവനോടെ വരുമോ എന്ന് പോലും എനിക്കറിയില്ല. എന്തിനു പറയുന്നു? വിൻഡോ ഒന്ന് തുറക്കാൻ പറ്റില്ല, കർട്ടൻ ഒന്ന് മാറ്റി പുറത്തേക്ക് നോക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. മാറ്റി നോക്കിക്കഴിഞ്ഞാൽ പുറത്തുനിന്ന് വരുന്നത് കാറ്റല്ല, ഓവൻ പ്രീഹീറ്റ് നോട്ടിഫിക്കേഷൻ. നിങ്ങൾ നാട്ടിലേക്ക് വിളിക്കുമ്പോൾ നിങ്ങൾ പറയും, അയ്യോ ഇന്നിവിടെ 40 ഡിഗ്രി ചൂടെടുത്ത് ചാവുന്നു എന്ന്. നിങ്ങൾക്കത് പറയാൻ അവകാശമില്ല. ഞങ്ങളിവിടെ ഓരോ ദിവസം തീ തിന്നുകൊണ്ടിരിക്കുക. പണ്ടൊക്കെ തീ തിന്ന അവസ്ഥ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഞാൻ ഓരോ ദിവസവും തീ തിന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നിങ്ങൾ വിചാരിക്കും, ഓ ഇവള് ഭയങ്കര പത്രാസുകാരിയായിപ്പോയി, കഴുത്തിലൊക്കെ ഫാനൊക്കെ തൂക്കിയിട്ട് നടക്കാമെന്ന്. ഇങ്ങനെ നടന്നില്ലെങ്കിൽ എന്നെ നാളെ കുഴിയിലേക്ക് എടുക്കേണ്ട അവസ്ഥയാണ്. This is horribly too much.